തമസിൻ്റെ ഇരുണ്ട ലോകത്തേക്ക് വെളിച്ചത്തിൻ്റെ വെണ്മയുടെ നിലാവ് പരന്നൊഴുകട്ടെ. നമുക്ക് ദീപം തെളിയിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ വെളിച്ചത്തെ നയിക്കാം. ഈ ചടങ്ങിന് ആദ്യം ദീപം കൊളുത്തുന്നത് തെയ്യമാണ്. അതിനുവേണ്ടി തെയ്യത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തെയ്യം ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഷബിന പൊന്നാട്, ഡോക്ടർ കുസുമൻ ജോസഫ്, പാർവതി അന്തർജനം, ലൗലി രാജേന്ദ്രൻ, സ്വപ്ന ഇബ്രാഹിം, വത്സല അന്തർജനം, ഡോക്ടർ ഹീര, പുഷ്പ ചിങ്ങത്ത്, ശാന്ത കുപ്പാടിയിൽ, ദേവേട്ടൻ, ഇത്രയും ആളുകൾ 11 അധ്യായത്തിൻ്റെ പ്രതീകമായി 11 തിരികൾ തെളിക്കുകയാണ്. പ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ദേവപ്രിയ പൂങ്കുടിൽമന അവരെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കലയുടെ പാർവണബിംബം തെളിയും നഭസിൻ ശിഖരങ്ങളിൽ വിരിയും താരങ്ങളെ നിസ്തുലഭാവം ചൊരിഞ്ഞാലും അനാരദം. കലയുടെ പാർവണബിംബം തെളിയും നഭസിൻ ശിഖരങ്ങളിൽ വിരിയും താരങ്ങളെ നിസ്തുലഭാവം ചൊരിഞ്ഞാലും അനാരദം. കാലമാം പൃഥ്വിയിൽ കതിരൊളി തൂകും സൂര്യതേജസ്സേറ്റു സപ്തവർണ്ണാഞ്ചിതമൊരു മഴവില്ലു വിരിയും വേളയായി. കാലമാം പൃഥ്വിയിൽ കതിരൊളി തൂകും സൂര്യതേജസ്സേറ്റു സപ്തവർണ്ണാഞ്ചിതമൊരു മഴവില്ലു വിരിയും വേളയായി. അതിധന്യമേ നിമിഷങ്ങൾ ആയിരം വർണ്ണസൗഗന്ധികങ്ങളാൽ വിടരും നേരം സുമനസുകൾക്കഖിലവും നേരുന്നു ഭാവുകങ്ങൾ. സുമനസുകൾക്കഖിലവും നേരുന്നു ഭാവുകങ്ങൾ. താങ്ക് യു. എല്ലാവരും സീറ്റിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തെയ്യം നിങ്ങൾക്കായി വിതരണം ചെയ്തത് ഭസ്മമോ പ്രസാദമോ അല്ല, അത് കാർഷിക സംസ്കൃത പ്രതീകമായി വിത്തുകളാണ്. ഈ വിത്തുകൾ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ വീട്ടുവളപ്പിൽ വളരട്ടെ.
നിങ്ങൾക്ക് പ്രസാദമായി നൽകിയ വിത്തുകൾ അവ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നിങ്ങളുടെ വീട്ടുവളപ്പിൽ, നാട്ടിൽ എല്ലായിടത്തും ആ വിത്തുകൾ വളരട്ടെ. ഇനിയും കുറച്ചുകൂടി വിത്തുകളുണ്ട്. അത് കലയുടെ പ്രവർത്തകർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർ അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഴനിലാവിൻ്റെ 11ാം അധ്യായത്തിന് സമാരംഭം കുറിച്ചിരിക്കുന്നു. ആമുഖമായി ഏതാനും വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി കലയുടെ സാരഥി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് TP രാമചന്ദ്രനെയും പൂങ്കുടിൽ മനയിലെ പ്രിയ ദേവേട്ടനെയും സാദരം ക്ഷണിക്കുന്നു. മഴനിലാവിൻ്റെ ആമുഖം ദേവേട്ടനാണ് തുടങ്ങേണ്ടത്. ദേവേട്ടനും വേണ്ടിയിട്ട് 1-2 വാക്കുകൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ ദേവേട്ടനും കൂടി ആണ് എന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് മഴയും നിലാവുമാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായി നമ്മളെ അനുഗ്രഹിച്ചിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് നിലാവ് മാത്രമേ അനുഗ്രഹിക്കുന്നുള്ളൂ. മഴ ഇന്ന് തൽക്കാലം നമുക്കില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഈ ഇല്ലത്തിൻ്റെ മുറ്റത്ത് നമ്മൾ നടത്തി വരുന്ന മഴനിലാവ് എന്ന പരിപാടി കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക്, എഴുത്തുകാർക്ക് എല്ലാം കൂടിയിരിക്കാൻ ഒരവസരം എന്നുള്ളതാണ്. കൂടിയിരിക്കലിൻ്റെ രാഷ്ട്രീയം കൂടിയിരിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ ഈ ഇല്ലത്തിൻ്റെ മുറ്റത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചികിത്സ നൽകുന്ന ഈ മുറ്റത്ത് കലയുടെ മഴനിലാവ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാക്കുകൾ ഇവിടെ വരുന്ന എല്ലാവരെയും തുല്യമായി കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന സംഘാടകർ, അല്ലെങ്കിൽ പിന്നെ ഉദ്ഘാടകർ, അല്ലെങ്കിൽ സ്റ്റേജിന്മേൽ കുറച്ച് ആൾക്കാർ, സംഘാടകർ, ബാഡ്ജ് കുത്തിയ ആൾക്കാർ, അങ്ങനത്തെ ഒന്നും നമുക്കില്ല. നമ്മൾ അവിടെ ഇവിടെ നിൽക്കുന്നതും എല്ലാം ഒരാളാണ്. നമ്മളെല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് നിൽക്കുന്നു എന്ന് മാത്രം. നമ്മൾ ഒരു വിഭാഗീയതയുമില്ലാതെ ഒന്നിച്ച് നിൽക്കുന്ന മഴനിലാവ് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാംസ്കാരിക ചരിത്രമാണ് നമ്മൾ കുറിക്കുന്നത്. നമുക്കൊന്നിച്ച് നിൽക്കണം, നമ്മൾ പരസ്പരം മിണ്ടണം, പരസ്പരം ഒന്ന് തുടരണം, പരസ്പരം കെട്ടിപ്പിടിക്കണം. അതിന് നമ്മൾക്ക് യാതൊരു മറയുമില്ലാതെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു അവസരമാണിത്. മലപ്പുറം ജില്ല എന്ന ഒരു ദേശം പ്രത്യേക രാജ്യമാണെന്നും എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ഇടമാണെന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മറുപടി ഇതാണ്. ഞങ്ങൾക്ക് പൂങ്കുടിൽ മനയുടെ മുറ്റത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാമെന്നും ഒന്നിച്ചിരുന്ന് പാട്ട് കേൾക്കാമെന്നും ഒന്നിച്ചിരുന്ന് മിണ്ടി പറയാമെന്നും ഒന്നിച്ചിരുന്ന് കഞ്ഞിയും പുഴുക്കും കഴിക്കാമെന്നും നമ്മൾ കേരളത്തിനോട് പറയുകയാണ്. ഇത് നമ്മൾ മറ്റുള്ള എല്ലാ ഭാഗത്തേക്കും നമ്മൾ പരക്കണം. നമ്മളീ സൗഹൃദം എല്ലാ രംഗത്തും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ പറയാമല്ലോ ഗസ്റ്റും അതുപോലത്തെ മറ്റുള്ള ആരുമില്ല, ഇവിടെ വരുന്ന എല്ലാവരും നമ്മുടെ അതിഥികളാണ്. പൂങ്കുടിൽ മനയുടെയും കലയുടെയും അതിഥികളാണ്. അതിനെല്ലാവരെയും നമ്മൾ ഒറ്റ വാക്കിൽ എൻ്റെയും ദേവേട്ടൻ്റെയും പേരിലും കലയുടെ പേരിലും പൂങ്കുടിൽ മനയുടെ പേരിലും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രാമേന്ദ്രൻ വക്കീൽ ആൻഡ് കുട്ടേട്ടൻ. ഇനി നാം മഴനിലാവിൻ്റെ പ്രധാന പരിപാടിയായ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷം തൊട്ടാണ് മഴനിലാവിൽ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നാം തുടങ്ങി വെച്ചത്. ആരായിരുന്നു കുട്ടേട്ടൻ എന്ന് കുറഞ്ഞ വാക്കുകളിൽ പ്രിയപ്പെട്ട അജയ് സാഗ സംസാരിക്കുന്നു. അതിനായി അജയ് സാഗയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഇവിടെ കൂടിയ എല്ലാവർക്കും ഈ 11ാമത് അധ്യായം മഴനിലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഞ്ചേരിയുടെ ഭൂമികയിൽ ഒരു പതിറ്റാണ്ട് മുമ്പ് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ വിത്തുകൾ പാകിയ നമ്മുടെ രാമേന്ദ്രൻ വക്കീലും മനയിലെ ദേവേട്ടനും അതുപോലെ മുഹമ്മദ് അലി മാഷുമൊക്കെ ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മഞ്ചേരിയിൽ കല എന്നുള്ള കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. സാഹിത്യവും ചിത്രകലയും സംഗീതവും നാടകവും അതുപോലെ നൃത്തവുമൊക്കെ കലയിൽ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ന് കലയുടെ 11ാമത് മഴനിലാവാണ്. ഈ മഴനിലാവിന് തിരിതെളിഞ്ഞു. നമ്മുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ആ പ്രകാശം പരന്നത്. ഐതിഹ്യങ്ങളിലെ നാരായണത്ത് ഭ്രാന്തൻ്റെ പിന്തുടർച്ചയുള്ള ഈ പൂങ്കുടിയൻ മനയുടെ മുറ്റമാണ് അതിന് സാക്ഷിയായത്. ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും അറിവുകളും ചികിത്സാരീതിയും ഐതിഹ്യ പെരുമയും ചികിത്സയും പരമ്പരയുടെ ചരിത്രവുമൊക്കെയാണ് ഈ പൂങ്കുടി മനക്കുള്ളത്. എല്ലാ വിഭാഗം ആളുകളെയും മനുഷ്യരായി കണ്ട് ചേർത്ത് പിടിച്ച് ഈ മന ഒരു തണുപ്പ് നൽകിയിട്ടുണ്ട്. പുരോഗമന ചിന്തകൾ പുലർത്തിയിട്ടുണ്ട്. 10ാമത് അധ്യായം മഴനിലാവിലാണ് കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം ആരംഭിച്ചത്. ഇന്ന് 11ാമത് മഴനിലാവിൽ 2ാമത് അധ്യായം ഇവിടെ ഉടനെ തന്നെ ആരംഭിക്കും. കുട്ടേട്ടൻ പകർന്ന ആഴമുള്ള ചിന്തകൾ അതുപോലെ വെളിച്ചവും ഈ കാലത്തും വളരെ പ്രസക്തിയുണ്ട്. കുട്ടേട്ടൻ്റെ ഓർമ്മകളുടെ കുളിര് മന എന്നും പകർന്ന് നൽകുന്നുണ്ട്. അർത്ഥവത്തമായി ജീവിച്ച കുട്ടേട്ടൻ സംസ്കൃതവും പാരമ്പര്യ ജ്ഞാനവും വൈദ്യവും ശാസ്ത്രവും സാഹിത്യവും മനഃശാസ്ത്രവും സ്വായത്തമാക്കി. സമനില തെറ്റിയ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉത്സവങ്ങളും സെമിനാറും അതുപോലെ സാഹിത്യ സാംസ്കാരിക പരിപാടികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. പൂങ്കുടിമന പിന്തുടർന്നു വന്ന സാംസ്കാരിക ധാര ഇക്കാലത്തും നിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ കൂട്ടം, ഈ കല എന്ന സംഘടന മഴനിലാവ് നടത്തിപ്പോരുന്നത്. ഈ 2ാം പതിപ്പ് കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നടത്തുന്നത് നമ്മൾക്ക് സുപരിചിതയായിട്ടുള്ള PMA ഗഫൂറാണ്. സാംസ്കാരിക കേരളത്തിൽ വളരെ സാന്ത്വനമായ ഭാഷയിൽ മനുഷ്യ മനസ്സിലേക്ക് സുഗന്ധവും നന്മയുടെ പ്രകാശവും ചൊരിഞ്ഞ പ്രഭാഷകൻ, എഴുത്തുകാരൻ. സാമൂഹ്യ മാധ്യമങ്ങളിലും നേരിട്ടും നിരവധി ആളുകളുടെ മനസ്സിലേക്ക് വലിയ പ്രചോദനമായി മാറുന്ന ഊർജം പകരുന്ന ഒരാളാണ് അദ്ദേഹം. കരയൂ കണ്ണുനീർ നിന്നെ തഴുകും, എന്തായാലും മനുഷ്യരല്ലേ, മുറ്റം നിറയെ പൂക്കളുണ്ട്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് PMA ഗഫൂർ. അദ്ദേഹത്തെ ഈ കലയുടെ പേരിൽ, ഈ മനയുടെ പേരിൽ, നമ്മുടെയൊക്കെ പേരിൽ ഈ വേദിയിലേക്ക് പ്രഭാഷണം നടത്താൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണത്തിനു വേണ്ടി പ്രിയപ്പെട്ട PMA ഗഫൂറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മനോഹർ ശരിയല്ലേ? ഓക്കെ.